അഫ്സൽ ഹം ഷർമിന്ദ ഹെ തേരാ കാതിൽ സിന്ദ ഹെ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച രാജ്യദ്രോഹികളെ 6 പതിറ്റാണ്ട് കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് പോലെ ഒരു പാർട്ടി പോയി പിന്തുണച്ച അന്ന് തീർന്നു നിങ്ങൾ. കോൺഗ്രസിന്റെ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശയം. ആ ഇന്ത്യയുടെ ആശയം ഇന്ത്യയിൽ ജനിച്ചു വീണ ഓരോ കുട്ടികളുടെയും DNA യിലുള്ളതാണ്. അത് പ്രത്യേകമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം. കണ്ടില്ലേ, ഓന്ത് പോലും ഇതുപോലെ നിറം മാറുമോ എന്നുള്ള കാര്യം ചോദിച്ചാൽ ഒരുപക്ഷെ സംശയമായിരിക്കും. കാര്യം ഓന്തിന് വരെ ലേശം ഉളുപ്പുണ്ട്. പക്ഷേ ആ ഉളുപ്പ് നമ്മുടെ സന്ദീപ് ജി വാര്യർക്ക് ഇല്ല. ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ കോൺഗ്രസിനെയും കോൺഗ്രസിൻ്റെ ആശയങ്ങളെയും ആഡ്ഡപടലം തേച്ചൊട്ടിച്ച് അപരാധവും പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന സന്ദീപ് ജി വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയതിന് ശേഷം കോൺഗ്രസ്സാണ് ഏറ്റവും വലിയ പ്രസ്ഥാനം എന്നുള്ള തരത്തിലാണ് മാപ്പറ കുഴലുകൾക്ക് മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഓന്തുകൾ പോലും നാണിച്ചു പോയിരിക്കുന്നു സന്ദീപ് ജി വാര്യരുടെ മുന്നിലെന്ന്. അഫ്സൽ ഹം ഷർമിന്ദ ഹെ തേരാ കാതിൽ സിന്ദ ഹെ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച രാജ്യദ്രോഹികളെ 6 പതിറ്റാണ്ട് കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് പോലെ ഒരു പാർട്ടി പോയി പിന്തുണച്ച അന്ന് തീർന്നു നിങ്ങൾ. അന്ന് തീർന്നു. ഇനി തിരിച്ചു വരാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ പൊളിറ്റിക്സ്, നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് ഇടത് ലൈന് പമ്പ് ചെയ്ത് കൊടുത്തത് കേരളത്തിൽ കയ്യടിക്ക് വേണ്ടി, ഇങ്ങനത്തെ ആൾക്കൂട്ടത്തിന് മുന്നിൽ കയ്യടി കിട്ടാൻ വേണ്ടി ഇടത് ലൈൻ സ്വീകരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ്. ഒരു കാരണവശാലും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. 2 തവണ 50 അടിച്ച് പരാജയപ്പെട്ടവരാണ്. 3-ാം തവണ ആ 50 പോലും കിട്ടില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ നേതാവ് മമതയാണ്. നിങ്ങളുടെ ഗതി അതോ ഗതി. കോൺഗ്രസിന്റെ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശയം. ആ ഇന്ത്യയുടെ ആശയം ഇന്ത്യയിൽ ജനിച്ചു വീണ ഓരോ കുട്ടികളുടെയും DNA യിലുള്ളതാണ്. അത് പ്രത്യേകമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, BJPയിലിരുന്നാലും കോൺഗ്രസ്സിലിരുന്നാലും രണ്ടും ഒരുപോലെ തന്നെയാണ്. രണ്ടും പ്രവർത്തിക്കുന്നത് RSSന് വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ RSS എന്നെഴുതുന്നത് എന്തുകൊണ്ടും ഉചിതമാണെന്ന് സന്ദീപ് ജി വാര്യറും സംഗീഷനുമൊക്കെ തെളിയിക്കുന്നുണ്ട്. എന്തായാലും ഓന്തുവരെ സന്ദീപ് ജി വാര്യരെ കണ്ടിട്ട് നിറം മാറാതെ കണ്ടം വഴി ഓടി എന്നാണ് അറിയാൻ പറ്റുന്നത്.